പ്രശാന്ത് സർ, നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കത് ബലൂചിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷം നടക്കുന്ന സമയത്ത് ബലൂചിസ്ഥാനും ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാനെ ഒരു വശത്ത് നിന്ന് ആക്രമിച്ചിരുന്നു. അവരൊരു സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞു എന്ന് ഈ ദിവസങ്ങളിൽ അവർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓഫ് ആർമി, പറയുകയാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കാമെന്ന്, അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്ന അവർക്കൊപ്പം ഇന്ത്യക്കും ചേരാം, ഇന്ത്യക്ക് തങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് BLA പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആ രീതിയിൽ ഒരു പ്രഖ്യാപനം BLA ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രശാന്ത് സാർ, BLA ഈ ഒരു പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്ഷണനത്തെ ഇന്ത്യ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാൻ സാധിക്കും? ഇന്ത്യ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ വരച്ചായിട്ട് അഭിപ്രായം പറയത്തില്ല. കാരണം ആ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ഒരു ആഭ്യന്തര വിഷയമാണ്. അതിനകത്ത് ബലൂചിസ്ഥാന്റെ ഭാഗം അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഇപ്പൊ റീജനറേറ്റ് ചെയ്തെടുത്തത് മോദി വന്നതിന് ശേഷമാണ്. ബലൂചിസ്ഥാൻ ഈ ലിബറേഷൻ ആർമി ആദ്യം തുടക്കകാലത്തിന് ശേഷം വളരെ ഇല്ലായ്മയായി, രണ്ടാമത് ഇത് റീജനറേഷൻ നമ്മൾ പറയത്തില്ലേ, ജീവൻ വെപ്പിച്ചെടുത്തത് 2014 കുറച്ച് ഏറ്റവും അവസാനം കുറച്ചു കാലം മുമ്പാണ്. ബലൂചിസ്ഥാൻ ആർമി ഇപ്പം പറഞ്ഞത് അഖിലെ ശ്രദ്ധിച്ചു, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലായത് പറഞ്ഞത്. അതായത് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു രാജ്യമായി എന്നുള്ള രീതിയിലാണ് അവിടെ വർത്തമാനം. മനസ്സിലാവുന്നുണ്ടോ? യുദ്ധം ചെയ്യാൻ ഇന്ത്യ യുദ്ധം ചെയ്തു, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചതിയൻ രാജ്യമാണ്, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ എതിരെ ഇന്ത്യ നടത്തുന്ന നീക്കം അത് ന്യായമായ നീക്കമാണ്, ഇവിടുന്ന് ഭീകരന്മാരെ പടച്ചുവിടുന്ന, ലോകത്ത് മൊത്തം പടച്ചുവിടുന്ന രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് വേണ്ടി ഇന്ത്യയുടെ അടുത്ത് വന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ വിശ്വസിക്കണ്ട, അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമല്ല എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയും, അല്ലെങ്കിൽ ഇനിയും അവരെ ആക്രമിക്കേണ്ട ഒരവസ്ഥ വരും, വിശ്വസിക്കരുത്, ആക്രമിച്ചോളൂ, ഞങ്ങൾ അതിനകത്ത് നിന്ന് തന്നെ യുദ്ധം ചെയ്തു കൊള്ളാം, ഒരുപക്ഷെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ നിന്ന് അവർ യുദ്ധം ചെയ്തോളാണ് അവർ, ആ ഭാഗമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. നീതു ചോദിച്ചല്ലോ, ഇവർ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? 48 തൊട്ട് തുടങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവരുടേത്. ഇടയ്ക്ക് വെച്ചൊന്ന് മങ്ങിപ്പോയി. പിന്നെ അതിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, പാകിസ്ഥാനകത്ത് ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബലൂചിസ്ഥാൻ ആർമിയെ ഉപയോഗിക്കണമെന്ന് കണ്ട് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ഇന്ത്യയുടെ സഹായത്തോടുകൂടി അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കും. ഇതിനു വേണ്ടി വീടിച്ചു നിന്നിരുന്ന ഗ്രൂപ്പുകളെ എല്ലാം കൂടെ ഒന്നിച്ചാക്കി മുന്നോട്ട് വന്ന് ഇപ്പൊ വലിയൊരു ശക്തിയായിട്ട് മാറി. ഏതാണ്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ ഈ അറ്റാക്കിന് ശേഷം പട്ടാളത്തിന്റെ അഭാവം, അല്ലെങ്കിൽ പട്ടാളം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ വന്നപ്പോൾ അവിടെ നിന്നിരുന്ന കുറച്ചെങ്കിലും ഭാഗം കയ്യേറി നിന്നിരുന്ന പട്ടാളത്തെ ഉൾപ്പെടെ നമ്മുടെ അതിർത്തിയിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ പറയുന്ന ബലൂചിസ്ഥാൻ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലായി. അവർ കൊടികൾ കെട്ടിയിരിക്കുകയാണ് ഇപ്പൊ ആ പ്രദേശം മൊത്തം, അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം അവരുടെ കൊടികളാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പം അതുപോലെ തഹ്‌ലീഗെ താലിബാൻ ഒന്നിച്ചു. അപ്പം ഇന്നലത്തെ ഈ പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷം ആ പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. തെഹ്‌രീകെ താലിബാൻ ഈ പറയുന്ന ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ പല ഭാഗങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വസീറിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം, തെക്കൻ മേഖല പൂർണ്ണമായിട്ടും ഈ തെഹ്‌രീകെ താലിബാന്റെ കയ്യിലായി. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പം സൈനിക നീക്കം ഒന്നിച്ച് നടത്തുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് ശേഷം ഈ പത്രസമ്മേളനത്തിന് ശേഷം ഏതാണ്ട് 71ഓളം പ്രദേശങ്ങളിൽ വളരെ കൂടുതലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. 50ഓളം സൈനിക, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾ, അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ ഇവർ വീണ്ടും പിടിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവര്. അപ്പൊ ഇതുമാതിരി ആഭ്യന്തര വിഷയം വരുമ്പോഴാണ് ഇപ്പൊ ഏറ്റവും അവസാനം ഡോൺ പത്രവും ന്യൂയോർക്ക് ടൈംസും ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ത്യയുടെ ഓരോ ആക്രമണത്തിന്റെ ഡീറ്റെയിൽസ് എപ്പോഴാണ് കിട്ടിയത്. ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാന്റെ സൈനിക ബേസുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രവും ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു. ആണവ കേന്ദ്രത്തിന്റെ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ അതിന്റെ ഈ നിയന്ത്രണ സംവിധാനം തകർത്ത് കളഞ്ഞിരിക്കുന്നു. അപ്പം ഇതോടുകൂടിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അമേരിക്ക പറന്നിറങ്ങി പാകിസ്ഥാനിൽ, അല്ലെങ്കിൽ അമേരിക്കയിലെ എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന US വിമാനം പറന്നിറങ്ങി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അമേരിക്കയുടെ കയ്യിലാണ്. അത് ആഭ്യന്തര കാര്യമാണ്. അമേരിക്കയുടെ കയ്യിലാണ് പാകിസ്ഥാനിലുള്ള ആണവ ആയുധങ്ങളുടെ അല്ലെങ്കിൽ നിരീക്ഷണം അല്ലെങ്കിൽ അത്തരത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അമേരിക്കയുടെ കയ്യിലാണെന്ന് പറയുന്നത് പരസ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം ഏറ്റവും അവസാനം യുദ്ധത്തിന് ഇടപെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക, അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക 24 മണിക്കൂറിനകം ഈ രീതിയിലേക്ക് ഇന്ത്യയുടെ കാല് പിടിച്ച് മോദിയോട് സംസാരിച്ച്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സംസാരിക്കാൻ, അല്ലെങ്കിൽ മോദി പറഞ്ഞത് കൊണ്ടായിരിക്കത്തില്ല, പക്ഷെ മോദി പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ആണവായുധ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കിരാന ഹിൽസ്, അതുപോലെ ഈ സർഗോദ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. ഇവിടൊക്കെയാണ് അവരുടെ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഗ്രാന ഹിൽസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയൊരു മല. ആ മലയ്ക്കകത്ത് എന്ത് വിഷയം വന്നാലും ആണവായുധങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, ആഭ്യന്തര വിഷയം വന്നാൽ ഭീകരവാദികൾക്ക് കൈയടക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ആണവായുധങ്ങൾ വളരെ കൃത്യമായിട്ട് ചൈനയുടെ ഉൾപ്പെടെ സെക്യൂരിറ്റിയോട് കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. ആ പറയുന്ന പ്രദേശത്ത് നമ്മുടെ മിസൈൽ ചെന്നു, അല്ലെങ്കിൽ അതിനകത്ത് കയറാൻ പറ്റാത്തോളം അവരുടെ വാതിലുകൾ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടുകളായിട്ടുണ്ട്. ഇപ്പൊ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇതുകൊണ്ട് അമേരിക്ക ഇവിടെ പറഞ്ഞറിയാം അവിടുത്തെ ആഭ്യന്തര യുദ്ധം എത്ര വലിപ്പത്തിലുണ്ടെന്നറിയാം. ഇപ്പൊ BLA-യും TTP-യും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ആണവായുധമായാൽ എന്ത് ചെയ്യും? കാരണം അവിടുത്തെ ബേസുകൾ തകർത്തു, പട്ടാള കേന്ദ്രങ്ങൾ തകർന്നിരിക്കുന്നു, ആകപ്പാടെ സൈന്യത്തിനകത്ത് പ്രശ്നമുണ്ടായി, ദുർബലപ്പെട്ടിരിക്കുന്നു. സൈന്യത്തിന് അതിജീവിച്ച് വരാൻ പറ്റുന്ന രീതിയിൽ താലിബാൻ സൈന്യവും അല്ലെ തെഹ്രീകെ താലിബാനും BLA-യും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നു. അവർ ഒന്നിച്ചു പോരാടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പം ഈ രീതിയിൽ വന്നാൽ ഈ താലിബാന്റെ കയ്യിലോ തെഹ്രീകെ താലിബാന്റെ കയ്യിലോ ഒരുപക്ഷെ അതിനകത്ത് നടക്കുന്ന ഭീകരവാദികളുടെ കയ്യിലോ ഈ ബലൂചിസ്ഥാന്റെ കയ്യിലോ ആരുടെ കയ്യിലോട്ട് ആണവായുധം പോയാലും പ്രശ്നമാണ്. അതായത് പാകിസ്ഥാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയും പാകിസ്ഥാന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ആണവ നിലയങ്ങൾ തൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ഫൈറ്റർ ജെറ്റുകൾക്ക് പോലും ഇന്ധനം നിറയ്ക്കണ്ട, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകണ്ട, അതിന് ഉപയോഗിക്കുന്ന സൈനിക ബേസ് ആയിട്ടുള്ള നൂർഹാൻ എന്ന് പറയുന്ന സൈനിക ബേസ്, ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ബേസ്, ഈ ബേസ് നമ്മൾ അടിച്ചു തീർത്തിരിക്കുക. അതുകൊണ്ടാണ് അമേരിക്കയുടെ മൊത്തത്തിൽ പെട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് കോന്തന്മാരെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രി, ആണവായുധം പ്രയോഗിക്കാൻ ഇവന്മാർക്കൊന്നും അനങ്ങാൻ പറ്റണ്ടേ? ഈ രീതിയിലേക്കാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇടപെട്ടു. അമേരിക്ക വിചാരിച്ചത് കൊച്ചു കളിയാണ്. ഇസ്രയേലിന് പറ്റാത്ത കളിയാണ് നീ ചെയ്തിരിക്കുന്നത്. ഇസ്രയേൽ പോലും ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പോയിന്റ് ഔട്ട് ആയിട്ട് ഇതെല്ലാം തൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് തന്നെ. അപ്പൊ എന്തും വേണ്ടി കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരും അതിനുപയോഗിക്കുന്ന സംവിധാനങ്ങളും, നമ്മുടെ ആയുധങ്ങളുടെ ഒരു വലിപ്പം, ഇത് തന്നെ ഈ യുദ്ധത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ലോകം ഇന്ത്യയുടെ ശക്തി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം എല്ലാരും വലിയ യുദ്ധത്തിൽ വലിയ കൃത്യത വരുത്തുന്നതും പറയുന്നിടത്ത് ഇട്ടിട്ട് പോകുമെന്നൊക്കെ പറയുന്ന ഇസ്രായേൽ പോലും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ആണവായുധ കേന്ദ്രത്തിന്റെ വാതുക്കൾ കൊണ്ട് ബ്രഹ്മോസ് മിസൈൽ അടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് എവിടെ ഇരിക്കണം? എവിടെ നിന്നാണ് അടിക്കുന്നത്? എത്ര കിലോമീറ്റർ പുറയുന്നതാ ചെയ്യുന്നത്? ഇത്രയും കൃത്യതയോടുകൂടി ചെയ്യണമെങ്കിൽ അതിന്റെ കൃത്യത, അല്ലെങ്കിൽ അത് ചെയ്യുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധക്കോപ്പ് ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളതാ. ഈ ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെ സംവിധാനങ്ങൾ. എന്നിട്ട് ആ യുദ്ധത്തിനൊന്നും ഇത്രയും കൃത്യത വരാത്ത ഇതാണ്. ഓരോ ബേസുകൾ പറയുന്ന അടിച്ചിട്ടു. പാകിസ്ഥാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചലിക്കാൻ പറ്റുന്നില്ലായിരുന്നു പാകിസ്ഥാന്. ഇത് മനസ്സിലാക്കുക. എല്ലാരും വിചാരിച്ചു കുഞ്ഞാങ്കളിയല്ല. നോക്കിയപ്പോ യുദ്ധം അവരാരും വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നിൽക്കുന്നത്, ഇന്ത്യ വിചാരിക്കുന്നിടത്തോട്ട് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഉടനെ യുദ്ധം നിർത്തിയിട്ട് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൈനിക ചോർച്ച അല്ലെങ്കിൽ വിസരണ ചോർച്ച ഉണ്ടായാൽ പോലും പ്രശ്നമാണ്. ഒരുപക്ഷെ ഒരു ട്വീറ്റ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ മരിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് പറഞ്ഞ് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോ ഇപ്പൊ എത്ര നാൾ യുദ്ധം ചെയ്താൽ മില്യൺസ് ഓഫ് ആൾക്കാർ മരിക്കും. അതായത് ആണവായുധത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അതിനകത്ത് കുഴപ്പം വന്നാലോ ആ രീതിയിലേക്ക് ഒരു സ്ഫോടനം ഉണ്ടായാലോ മില്യൺസ് ഓഫ് ആൾക്കാർ മരിക്കത്തുള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുമെന്ന് പറഞ്ഞു യുദ്ധം നിന്നില്ലെങ്കിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ട്രംപ്. അപ്പൊ അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല, പക്ഷെ അതിനകത്ത് ഒരു ആന്തരിക അർത്ഥമുണ്ട്. നമുക്കത് ഈ രീതിയിലേക്കൊക്കെ ചിന്തിക്കാം. അപ്പം ഇതിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബലൂചിസ്ഥാൻ ആർമി ഈയുടെ പ്രസ്താവനയും അവരുടെ കഴിവും അല്ലെങ്കിൽ തെഹ്രീകെ താലിബാന്റെ നീക്കവും ഒക്കെ ഭയന്നുകൊണ്ട് തന്നെയാണ് അണുവായുധം സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അണുവായുധം ഒരുപക്ഷെ കൊടുത്തിരുന്നത് നമ്മളോടുള്ള
ഇപ്പോഴാണല്ലോ നമ്മളോട്, അല്ലെങ്കിൽ ശീതസമര കാലത്ത് കൊടുത്തിരുന്നത് അമേരിക്ക ആണോ എന്ന് അറിയത്തില്ല. അമേരിക്കയ്ക്ക് അവിടെ ആണവായുധം സൂക്ഷിക്കേണ്ട, തുർക്കി ഉൾപ്പെടെ അമേരിക്ക ആണവായുധം സൂക്ഷിച്ചിട്ടും അല്ലെങ്കിൽ അവിടെ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെയും രഹസ്യമായിട്ട് ആ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യം വരുമ്പോ ഇതിന്റെ ഈ സൂക്ഷിപ്പുകാരന് പാളിച്ച പറ്റിയാൽ അമേരിക്കയ്ക്ക് പാളിച്ച പറ്റും. താലിബാന്റെ കയ്യിൽ ഇത് കിട്ടിയാൽ എന്ത് ചെയ്യും? വെച്ച് കാറ്റത്തില്ലേ, അമേരിക്കയ്ക്ക് നേരെ കൊടുക്കത്തില്ലേ? അല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ ഇത് കിട്ടിയാൽ, ആരുടെ കയ്യിൽ കിട്ടിയാലും ലോകത്തിന് നാശമല്ലേ? അണുവായുധം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ആ രീതിയിലേക്കാണ്. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ എനർജി ഡിപ്പാർട്ട്മെന്റ് ഫ്ലൈറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, യുദ്ധം നിർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് പറയുന്നതിന് അനുസരിച്ച് വരച്ച വരയിൽ ഒരുപക്ഷെ ഇത് മാത്രം നിർത്തിയാൽ മതി, ബാക്കിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ സിന്ധു നദീജലവും അല്ലെങ്കിൽ ഈ പറയുന്ന നയതന്ത്ര ചർച്ചകളും നമ്മൾ നിർത്തിയിട്ടുണ്ടോ എന്ന് പുനഃസ്ഥാപിക്കണോ എന്ന് മസിൽ പിടിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പുനഃസ്ഥാപിക്കാനോ നോക്കത്തില്ല. യുദ്ധം വേണമെങ്കിൽ തൽക്കാലം നിർത്തരാം, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുക പോലും വേണ്ട എന്നാണ് മോദിയുടെ വർത്തമാനം. നാളെ കാലത്തെ കാര്യം നമുക്കറിയാം. ഇന്ന് ഇപ്പം ഉച്ചക്കലത്തെ ചർച്ച വൈകിട്ടത്തേക്ക്, ഈ സൈനിക തല ചർച്ച വൈകിട്ട് 5 മണിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏതായാലും ബലൂചിസ്ഥാൻ ഒരു രാജ്യമായി നിന്ന് പ്രസ്താവന ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ നീക്കം കണ്ടിട്ട് TTPയുടെയും ബലൂചിസ്ഥാന്റെയും അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ഒന്നിച്ചുള്ള നീക്കം കാണുമ്പോൾ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയില്ല. പാകിസ്ഥാൻ പിളരും, ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും. TTP ആഗ്രഹിക്കുന്ന അവരുടെ ഭാഗവും താലിബാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഭാഗവും അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് അമേരിക്ക പറന്നിറങ്ങിയിരിക്കുന്നത്. ആണവായുധങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആണവായുധ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. യെസ്, അതാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ആണവായുധപ്പുരയുടെ പടിക്കൽ വരെ എത്തിയിരിക്കുന്നു. അതിന്റെ ഒരു മുൻവശത്തെ വാതിലുകൾ തകർക്കാൻ മാത്രം ആ സമയത്ത് ഇന്ത്യ എത്തിയിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം BLA കൂടി ഇന്ത്യയെ വിളിക്കുകയാണ്. പാകിസ്ഥാനെ ആക്രമിക്കാൻ നിങ്ങൾ ഇനിയും തയ്യാറാവുകയാണെങ്കിൽ BLAയുടെ ഒരു പിന്തുണ കൂടി ഇന്ത്യക്ക് നൽകാമെന്ന് എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.